എല്ലാവർക്കും ഗുരുവിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന ചാപ്റ്റർ 10ാം ക്ലാസ്സിന്റെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. അപ്പം നല്ല ഒരു ചാപ്റ്ററാണ്. അതായത് അരിത്തമെറ്റിക് സീക്വൻസിന്റെ കൂട്ട് തന്നെ A+ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അതുപോലെ തന്നെ നമ്മുടെ ബേസ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. കാരണം 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട്, 9ാം ക്ലാസ്സിൽ പേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. 10ാം ക്ലാസ്സിൽ വരുമ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഏകദേശം വരുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പോ ഇതിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ടേമിൽ തന്നെയുണ്ട് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എക്സിന്റെ 2ാമത്തെ ഡിഗ്രിയിൽ തുടങ്ങുന്ന പോളിനോമിയലുകളെയാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. നമ്മൾ 9ാം ക്ലാസ്സിൽ പോളിനോമിയലുകളെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. പോളിനോമിയലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം എഴുതുന്നത് എക്സിന്റെ ഏറ്റവും വലിയ കൃതിയായിരിക്കും. അപ്പം x⁴ പ്ലസ് ഓർ മൈനസ് ഏതെങ്കിലും ഒരു സൈൻ വരാം. x³ പ്ലസ് x² പ്ലസ് x എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ അതിന്റെ എക്സ്പോണന്റ് അല്ലെങ്കിൽ കൃതി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ദെൻ ലാസ്റ്റ് വരുന്നത് ഒരു കോൺസ്റ്റന്റ് നമ്പർ ആണ്, ഒരു സ്ഥിരമായിട്ടുള്ള ഏതെങ്കിലും ഒരു സംഖ്യ, വേരിയബിൾ ഇല്ലാത്ത എക്സ് ഇല്ലാത്ത ഒരു സംഖ്യയും കൂടെ വരുന്നതിനെയാണ് പോളിനോമിയൽസ് എന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനകത്ത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത് എക്സിന്റെ 2ാമത്തെ കൃതിയിൽ തുടങ്ങുന്ന പോളിനോമിയൽ. അതായത് ഈ ഇക്വേഷനിൽ മൊത്തം ഈ സെക്കൻഡ് ഡിഗ്രിയിൽ, അതായത് എക്സിന്റെ 2ാമത്തെ കൃതിയിൽ തുടങ്ങുന്ന പോളിനോമിയലുകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോ x² ഒരു കോൺസ്റ്റന്റ് നമ്പർ എഴുതുമ്പോ എക്സിന്റെ 2ാമത്തെ കൃതി ആദ്യം എഴുതുന്നു x⁻² പ്ലസ് ഓർ മൈനസ് ഏതെങ്കിലും ഒരു സൈൻ വരാം. അതിനുശേഷം x എന്ന് പറയുന്ന വേരിയബിൾ, ദെൻ ഒരു കോൺസ്റ്റന്റ് നമ്പർ 3ഓ 4ഓ ഏതെങ്കിലും ഒരു വാല്യൂ. ഇങ്ങനെ വരുന്ന പോളിനോമിയലുകളെയാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ ഇങ്ങനെയുള്ള പോളിനോമിയൽസുകൾ ആദ്യം തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഉണ്ടാക്കുകയും അതിനുശേഷം അത് സോൾവ് ചെയ്തിട്ട് ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന രീതിയാണ് ഈ ചാപ്റ്ററിൽ മൊത്തം പ്രതിപാദിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇത് സോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനെ നിർദ്ധാരണം ചെയ്തതിനു ശേഷം എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചിരിക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ്, രണ്ടാമത് വരുന്നതാണ് ഇക്വേഷൻ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന ചാപ്റ്ററിൽ ഒരു ഇക്വേഷനെ ഉള്ളൂ പഠിക്കാൻ. ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെയുള്ള കണക്കുകൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൽ ആദ്യം സോൾവ് ചെയ്യുന്നതായിട്ട് കുറെ പ്രോബ്ലംസ് ഉണ്ട്. അതിനുശേഷം മാത്രമേ ഇക്വേഷൻ പഠിക്കാനുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ച് കണക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും അതിനുശേഷം ഇത് എങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കാം. അപ്പോ ഇനിയും ഒരു കാര്യം കൂടെ പ്രത്യേകം പറയാം, അറിയാവുന്നതാണ് എങ്കിലും ശ്രദ്ധിക്കാം. x² പ്ലസ് x+3 എന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമ്മൾ 8ാം ക്ലാസ്സില് ഇക്വേഷൻസ് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ച് പഠിച്ചതാണ്. എങ്ങനെയാണ് തന്നിരിക്കുന്ന ചോദ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഇക്വേഷൻ ഉണ്ടാക്കുന്നതെന്നും പിന്നീട് ആ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ആ വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നും 8ാം ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. എപ്പോഴാണ് ഒരു വേരിയബിൾ അപ്ലൈ ചെയ്യുന്നത്? നമുക്കൊരു സംഖ്യയുടെ വില കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ അതിന് പകരം ഉപയോഗിക്കുന്ന അക്ഷരങ്ങളെയാണ് വേരിയബിൾസ് അല്ലെങ്കിൽ ചരങ്ങൾ എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ വേരിയബിൾസ് ഉണ്ട്, A, B, X, Y, Z, ഏതെങ്കിലും ഒരുപാട് വേരിയബിൾസ് ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ള ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വേരിയബിൾ ആണ് X. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനകത്ത് എല്ലാ വേരിയബിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ X തന്നെയാണ്. ഇനി എങ്ങനെയാണ് ഒരു വേരിയബിൾ അപ്ലൈ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നതെന്നും നമുക്ക് പഠിക്കാം. ജസ്റ്റ് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, വേരിയബിൾസ് അപ്ലൈ ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു സംഖ്യയുടെ കൂടെ 5 കൂട്ടിയപ്പോൾ 15 കിട്ടി എന്ന ഒരു ചോദ്യം, ഏതോ ഒരു വാല്യൂവിന്റെ കൂടെ 5 കൂട്ടിയപ്പോൾ 15 കിട്ടി എന്നാണ് ചോദ്യമെങ്കിൽ ആ സംഖ്യ ഏതാണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് അതിനെ നമ്മൾ എക്സ് എന്ന് എഴുതുന്നു. ദെൻ എക്സിന്റെ കൂടെ 5 കൂട്ടിയപ്പോൾ 15 കിട്ടി എന്നാണ് നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്.
എക്സിന്റെ കൂടെ നമുക്കറിയാത്ത ഒരു വാല്യൂവിന് പകരം എടുക്കുന്ന വേരിയബിൾ ആണ് എക്സ്. എക്സിന്റെ കൂടെ 5 കൂട്ടിയപ്പോൾ 15 കിട്ടി എന്നാണ് ഇക്വേഷൻ. ഇങ്ങനെയാണ് ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. എല്ലാ ഇക്വേഷൻ ഫോം ചെയ്യുമ്പോഴും അതിനകത്തിൽ ഒരു വേരിയബിൾ ഉണ്ടാകും. വേരിയബിൾ ഉൾപ്പെടുത്തിയാണ് ഇക്വേഷൻസ് ഉള്ളത്. ഓക്കെ, ദെൻ ഇതിനകത്ത് നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇവിടെ സമത്തിന്റെ ഇപ്പുറത്ത് ചെയ്തിരിക്കുന്ന ക്രിയ ഏതാണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സമത്തിന്റെ അപ്പുറത്ത് ചെയ്യാറുള്ളത്. ഇവിടെ +5 സമത്തിന്റെ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും. ദെൻ എക്സ് ഈക്വൽ ടു 15 മൈനസ് 5 ദെൻ എക്സ് ഈക്വൽ ടു 10. അപ്പം ആ സംഖ്യ എന്ന് പറയുന്നത് എക്സ്. ഇങ്ങനെയാണ് വേരിയബിൾസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്ന ബേസിക് മെത്തേഡുകൾ. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് 1-2 ചെറിയ കണക്കുകൾ, അതായത് നമ്മൾ പണ്ട് പഠിച്ചിരുന്ന 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിച്ചിരുന്ന 1-2 കണക്കുകൾ സാമ്പിൾ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിലേക്ക് പോകുന്നത്. അപ്പോ അത് നമുക്ക് പറയാം. ഓക്കെ, then നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. When each side of a square is increased by 1 meter, the perimeter becomes 36 meters. What is the length of a side of the original square? അതായത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഒരു സ്ക്വയറിന്റെ എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള രൂപമാണ് സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം എന്ന് പറയുന്നത്. ഒരു സ്ക്വയറിന്റെ when each side of a square is increased by 1 meter, the perimeter becomes 36 meters എന്നാണ് പറയുന്നത്. ഒരു സ്ക്വയറിന്റെ എല്ലാ വശങ്ങളും 1 മീറ്റർ വെച്ച് വർദ്ധിക്കുകയാണെങ്കിൽ അതിന്റെ പെരിമീറ്റർ 36 മീറ്റർ ആണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒറിജിനൽ സ്ക്വയറിന്റെ ഒരു വശം എത്രയാ എന്നാണ് ചോദ്യം. നേരത്തെ ഉണ്ടായിരുന്ന ഒറിജിനൽ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്രയാണെന്ന് തരാത്തത് കൊണ്ട് ഒറിജിനൽ സൈഡ് ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്ത് ഡിനോട്ട് ചെയ്യാം. അപ്പം ഇതിന്റെ എല്ലാ സൈഡുകളും എക്സ് എന്ന് തന്നെ വരും. ഈ ഉണ്ടായിരുന്ന സ്ക്വയറിന്റെ ഒരു സൈഡ് നമ്മൾ 1 മീറ്റർ ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ പുതിയൊരു സ്ക്വയർ ഡെവലപ്പ് ചെയ്യുന്നു. ആ സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന എക്സിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ്, ദെൻ എക്സ് പ്ലസ് 1. അപ്പം ഇതിനകത്ത് ഫോം ചെയ്തേക്കുന്ന പുതിയൊരു സ്ക്വയർ എന്ന് പറഞ്ഞ് ഇങ്ങനെ വരും. ആ സ്ക്വയറിന്റെ എല്ലാ സൈഡുകളും എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 1 എന്ന് വരും. എങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒറിജിനൽ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്ര എന്നാണ് ചോദ്യം. അപ്പം പുതുതായിട്ട് ഫോം ചെയ്യുന്ന സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 36 മീറ്റർ ആണെന്ന് പറയുന്നു. നമുക്കറിയാം ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയറിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 4a എന്നാണ്, അല്ലെങ്കിൽ 4 ഇൻറ്റു സൈഡ്. എല്ലാ സൈഡുകളും ഈക്വൽ ആണ്. അപ്പൊ സൈഡ് പ്ലസ് സൈഡ് പ്ലസ് സൈഡ് പ്ലസ് സൈഡ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും ഒരു സൈഡിനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ദെൻ 4a. ഈ a എന്ന് പറയുന്നത് ഒരു സൈഡായിട്ട് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4aക്ക് പകരം 4 ഇൻറ്റു a 1 സൈഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 എന്നാണ്. ദെൻ 4 ഇൻറ്റു എക്സ് പ്ലസ് 1. അതിന്റെ പെരിമീറ്റർ ഡയറക്റ്റ് പറയുന്നുണ്ട് 36 മീറ്റർ. ദെൻ ഇൻറ്റു ചെയ്തിരിക്കുന്ന 4നെ അപ്പുറത്ത് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഇൻറ്റുഷന് തന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടെ ഇൻറ്റു ചെയ്തേക്കുന്നതിനാണ്. ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നടക്കുന്നത്. ദെൻ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 36/4 എന്ന് വരും. എങ്കിൽ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 9. ദെൻ എക്സ് ഈക്വൽ ടു പ്ലസ് 1 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും. ദെൻ 9 മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 8. എക്സിന്റെ വാല്യൂ 8 എന്ന് വരും. ദെൻ ഒറിജിനൽ സൈഡ് ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത്, ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 8 മീറ്റർ. അപ്പോ നേരത്തെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യന്റെ വേറൊരു മോഡലുണ്ട്. When each side of a square is increased by 1 meter, the area becomes 36 square meters. What is the length of a side of the original square? മുമ്പേ പറഞ്ഞ പോലെ തന്നെ മുമ്പത്തെ കണക്കിനകത്ത് നമുക്ക് പെരിമീറ്റർ ആയിരുന്നു 36 തന്നിരുന്നത്. ഇവിടെ ആ ഇൻക്രീസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന സ്ക്വയറിന്റെ ഏരിയ 36 മീറ്റർ സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കാം, മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒറിജിനൽ സ്ക്വയർ അതിന്റെ ഒരു സൈഡ് എത്രയാണെന്ന് തരാത്തതുകൊണ്ട് നമ്മൾ എക്സ് എന്ന് തന്നെയുള്ള വേരിയബിൾ ഡിനോട്ട് ചെയ്യുന്നു. ദെൻ അതിന്റെ എല്ലാ സൈഡുകളും എക്സ് കൊണ്ട് തന്നെ ഡിനോട്ട് ചെയ്യുന്നു. ഈ സൈഡ് 1 മീറ്റർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പുതിയ സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന എക്സിനേക്കാൾ 1 മീറ്റർ കൂടുതലായിരിക്കും. ദെൻ എക്സ് പ്ലസ് 1. ഒരു വേരിയബിളും ഒരു വാല്യൂവും ഒരിക്കലും കൂട്ടി
കറക്റ്റ് വാല്യൂ എഴുതാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ, x+1. അപ്പോ ഇതിന്റെ എല്ലാ സൈഡുകളും x+1 എന്ന് തന്നെ വരും. ഇത് x+1 ആണെങ്കിൽ ഇതും x+1 ആയിരിക്കും, x+1 ആയിരിക്കും, x+1 ആയിരിക്കും. ഈ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 36 മീറ്റർ സ്ക്വയർ ആണ്. തൊട്ട് മുമ്പുള്ള കണക്കിൽ നമ്മൾ പെരിമീറ്റർ ആയിരുന്നു തന്നിരുന്നത്, ഇത് അതിനകത്തിലെ ഏരിയ 36 മീറ്റർ സ്ക്വയർ. ഒരു സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എ സ്ക്വയർ എന്നാണ്, അല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ്. സ്ക്വയറിന്റെ എല്ലാ സൈഡുകളും ഈക്വൽ ആയതുകൊണ്ട് ഏതെങ്കിലും രണ്ട് സൈഡുകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുന്നതാണ് അതിന്റെ ഏരിയ എന്ന് പറയുന്നത്. സ്ക്വയർ ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ എന്നാണ്. എ എന്ന് പറയുന്നത് ഒരു സൈഡായിട്ട് എടുത്താൽ വലിയ സ്ക്വയറിന്റെ തന്നിട്ടുള്ള വാല്യൂ വലിയ സ്ക്വയറിന്റെ ഏരിയ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇക്വേഷൻ അത് വലിയ സ്ക്വയറുകൾ തന്നെ അപ്ലൈ ചെയ്യാം. x+1 the whole square എന്ന് പറയുന്നത് 36 മീറ്റർ സ്ക്വയർ ആണ്. പ്ലസ് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആകുന്നു, മൈനസ് ആണെങ്കിൽ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആകുന്നു. അതുപോലെ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നതെങ്കിൽ അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആകുന്നു, ഇവിടെ ഡിവിഷൻ ചെയ്യുവാണെങ്കിൽ അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു. അതാണ് സമത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും സൈനുകൾ ചേഞ്ച് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. അതുപോലെ തന്നെയാണ് സ്ക്വയർ സമത്തിന്റെ അപ്പുറത്ത് പോകുമ്പോൾ റൂട്ട് ആകുന്നു. then x+1 equal to √36 എന്ന് വരും. then x+1 equal to 36 ന്റെ റൂട്ട് എന്ന് പറയുന്നത് 6 ആണ്. then x+1 equal to 6 എന്ന് വരുന്നു. x equal to 6 minus 1, then x equal to 5. then ഒറിജിനൽ സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 5 മീറ്റർ എന്ന് വരും. അപ്പോ ഈ രണ്ട് മെത്തേഡുകളാണ്. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റില് 81ാമത്തെ പേജില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. when each side of a square was reduced by 2 meter, the area become 49 meter square. What is the length of a side of the original square? ഇതേ രീതിയിൽ ചെയ്യുന്ന ഒരു കണക്കാണ്. എല്ലാവരും ആ കണക്കൊന്ന് ചെയ്തു നോക്കുക. ഇതേ രീതി തന്നെയാണ്. നമ്മൾ ഇതിനകത്ത് ഇൻക്രീസ്ഡ് എന്ന് പറയുന്നു, മറ്റേ കണക്കിനകത്ത് റെഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. ഒരു സൈഡ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സൈഡ് 2 മീറ്റർ കുറയുന്നു എന്നാണ് പറയുന്നത്. അകത്ത് വരയ്ക്കുന്ന സ്ക്വയർ എന്ന് പറഞ്ഞാൽ x-2 എന്നൊരു സൈഡ് എടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അതിനുശേഷമുള്ള ഒരു കണക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എ സ്ക്വയർ ഗ്രൗണ്ട് ഹാസ് എ 2 meter wide path all around it. The total area of the ground and the path is 1225 square meter. What is the area of the ground alone? അതായത് സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഗ്രൗണ്ട്, സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഗ്രൗണ്ടിന് ചുറ്റും 2 മീറ്റർ വീതിയിൽ നമ്മൾ ഒരു വഴി നിർമ്മിക്കുന്നു. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് 2 മീറ്റർ എടുക്കുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് 2 മീറ്റർ എടുക്കുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് 2 മീറ്റർ എടുക്കുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് 2 മീറ്റർ എടുത്തിട്ട് ഇതിന് ചുറ്റും ഒരു വഴി നിർമ്മിക്കുന്നു. ഈ ഗ്രൗണ്ട് മുതൽ വഴിയുടെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടുമുള്ള ഡിസ്റ്റൻസ് 2 മീറ്റർ ആണ്. ഈ ഡിസ്റ്റൻസും 2 മീറ്റർ ആണ്, ഇതും 2 മീറ്റർ ആണ്. 2 മീറ്റർ വീതിയിലാണ് നമ്മൾ ഇതിന് ചുറ്റും പാത്ത് നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ പാത നിർമ്മിക്കുന്നത്. അതിനുശേഷം the total area of the ground and the path is 1225 meter square. ഈ പാതയും ഈ ഗ്രൗണ്ടും കൂടി ചേരുന്ന ഏറ്റവും വലിയ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 1225 മീറ്റർ സ്ക്വയർ എങ്കിൽ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് അലോൺ? ഈ ഗ്രൗണ്ടിന്റെ മാത്രം, അല്ലെങ്കിൽ ഈ മൈതാനത്തിന്റെ മാത്രം ഏരിയ എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. മൈതാനത്തിന്റെ മാത്രം ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഒരു വശം തരണം, അവിടെ സൈഡുകളൊന്നും തന്നിട്ടില്ല. ദെൻ നമുക്ക് മൈതാനത്തിന്റെ ഒരു വശം നമുക്ക് എക്സ് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എല്ലാ വശങ്ങളും എക്സ് തന്നെയായിരിക്കും. ഇത്രയും നീളം എക്സ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 2 ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും 2 ആണ്. ഈ നീളം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ നിശ്ചിത അകലം വരെയുള്ള നീളം തന്നെ എക്സ് എന്ന് എടുക്കാം. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 2ഉം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 2ഉം ആയതുകൊണ്ട് 2 + 2 എന്ന് പറയുന്നത് 4 ആണ്. ദെൻ വലിയ സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ x+4 എന്ന് വരും. എങ്കിൽ ഈ വലിയ സ്ക്വയറിന്റെ എല്ലാ സൈഡുകളും x+4 തന്നെയായിരിക്കും. വലിയ സ്ക്വയർ, അതായത് പാത്തും
ഗ്രൗണ്ടും കൂടി ചേരുന്ന വലിയ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 1225 മീറ്റർ സ്ക്വയർ ആണെന്ന് പറയുന്നുണ്ട്. ദെൻ നമുക്കറിയാം സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എ സ്ക്വയർ എന്നാണ്. ഒരു വശം x+4 എന്ന് തരുന്നത് കൊണ്ട് x+4 the whole square എന്ന് പറയുന്നത് 1225 എന്ന് വരുന്നു. ദെൻ സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ റൂട്ട് ആവും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ദെൻ x+4 ഈക്വൽ ടു റൂട്ട് 1225. ദെൻ x+4 എന്ന് പറയുന്ന വാല്യൂ 1225ന്റെ റൂട്ട് എന്ന് പറയുന്നത് 35 ആണ്. Then x equal to 35 minus 4 plus 4 അപ്പുറത്ത് നോക്കുമ്പോൾ മൈനസ് ആകുന്നു. Then x ന്റെ വാല്യൂ 31 മീറ്റർ. അതായത് x എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ x ഡിനോട്ട് ചെയ്തിരിക്കുന്ന ഗ്രൗണ്ടിന്റെ വൺ സൈഡിനെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൗണ്ടിന്റെ ഒരു സൈഡ് നമുക്ക് 31 മീറ്റർ എന്നാണ് കിട്ടുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ചോദ്യം ഈ ഗ്രൗണ്ടിന്റെ ഏരിയ. അപ്പൊ ഗ്രൗണ്ടിന്റെ ഒരു സൈഡ് നമ്മൾ 31 മീറ്റർ എന്ന് കണ്ടുപിടിച്ചത് കൊണ്ട് ഗ്രൗണ്ടും സ്ക്വയർ ഷേപ്പിൽ തന്നെ ആയതുകൊണ്ട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷനും എ സ്ക്വയർ എന്ന് തന്നെയാണ്. അപ്പം ഒരു സൈഡ് 31 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഏരിയ ഈക്വൽ ടു 31ന്റെ സ്ക്വയർ. 31 ഇൻറ്റു 31 ദാറ്റ്സ് ഈക്വൽ ടു 961 മീറ്റർ സ്ക്വയർ എന്ന് വരും. ഇതാണ് ഈ ചോദ്യത്തിന്റെ ആൻസർ. എല്ലാവരും മനസ്സിലാക്കുക. അപ്പോ നമ്മള് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസിനെ കുറിച്ച് പറഞ്ഞു. അതിനെപ്പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ നമ്മൾ പണ്ട് പഠിച്ചിരുന്ന ചാപ്റ്ററിലെ ഇക്വേഷൻസിനെ ബേസ് ചെയ്തുള്ള കുറച്ച് കണക്കുകളാണ് നമ്മൾ ഇതുവരെ സോൾവ് ചെയ്തത്. അപ്പോ നമുക്ക് ഇതിന്റെ ബാക്കിയായിട്ട് അടുത്ത ക്ലാസ്സിൽ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് പഠിക്കാം. അതിനുശേഷം ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ക്ലാസിന്റെ ബാക്കി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ചാനൽ കാണുവാനായി എല്ലാവരും ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു.